ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ ഇപ്പോൾ കുറേ പേര് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്താ പറയുക ഫോണുകൾ ഇഷ്ടം പോലെ വാങ്ങിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ആമസോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സെയിൽസിലൊക്കെ ഏറ്റവും കൂടുതൽ ഓഫർ വരുന്നത് ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ്. അത് ഒരു സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഫ്ലിപ്കാർട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ സ്കാമുകളും അതുപോലെ തന്നെ അനാവശ്യ ചാർജുകളും ഫീസുകളും സംഭവങ്ങളൊക്കെ കുത്തിക്കയറ്റി വരുന്നുണ്ട്. അത് കുറേ പേര് ചിലപ്പോൾ നോട്ടീസ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എക്സാമ്പിളായിട്ട് അവരുടെ ഫേമസ് സംഭവമാണ് നമ്മുടെ ഓപ്പൺ ബോക്സ് ഡെലിവറി. അപ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി നമ്മൾ ചെയ്യും, അത് കൊടുക്കുമ്പോൾ തന്നെ അത് കുറേ ഇപ്പോൾ നമ്മുടെ ഫോണുകളുടെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കമ്പൽസറിയാണ്. നമുക്കിത് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനോ സംഭവങ്ങളൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് തന്നെ അവർ എക്സ്ട്രാ പ്ലാറ്റ്ഫോം ഫീസും അതുപോലെ തന്നെ എക്സ്ട്രാ ഓപ്പൺ ബോക്സ് ഡെലിവറി ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് 100 രൂപ 200 രൂപയൊക്കെ നമ്മളിത് പിടിക്കുന്നുണ്ട്. ആരും നോക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർ ഒരു കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ട്. അതും പോരാണ്ട് ആക്ച്വലി ഓപ്പൺ ബോക്സിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ ആക്ച്വലി ഡെലിവറി എക്സിക്യൂട്ടീവ് നമ്മുടെ മുമ്പിൽ ഓപ്പൺ ചെയ്ത് കൺഫേം ചെയ്ത് നമ്മൾ ശരിക്കും ആ ഡിവൈസ് ഓപ്പൺ ചെയ്ത് ടേൺ ഓൺ ചെയ്ത് എല്ലാ ഇഷ്യൂസും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ വേണം OTP ഷെയർ ചെയ്യാൻ. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയോ, കുറേ ഏരിയസിൽ, ഇപ്പം എല്ലാ ഏരിയസിലും പറയില്ല, എൻ്റെ ഏരിയസിലൊക്കെ അത്യാവശ്യം നല്ല സർവീസും നല്ല ഡെലിവറി എക്സിക്യൂട്ടീവ്സ് ഒക്കെയാണ്. ഞാൻ പക്ഷേ അധികം ഉപയോഗിക്കാറൊന്നുമില്ല ഫ്ലിപ്കാർട്ട്. പക്ഷേ റീസെൻ്റ്ലി ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് പണി കിട്ടിയിരുന്നു. അപ്പോൾ എൻ്റെ ഏരിയയിലല്ല. അപ്പോൾ അത് കുറേ ഏരിയസിൽ ഇതേപോലെ ഉടായ്പ പരിപാടി നടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ഓപ്പൺ ബോക്സ് ഡെലിവറിയിൽ തന്നെ ഇത് കുറേ ഉടായ്പ എന്ന് വെച്ചാൽ ഇവർ സംഭവം മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രത്യേകിച്ച് ഐഫോൺസിനൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഐഫോൺസ് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ബോക്സ് എന്ന് വെച്ചാൽ കുറേ ഐഫോൺസ് ഉപയോഗിക്കാത്തവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുന്നില്ല. പോരാത്തിന് ഓൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ആൻഡ്രോയിഡ് സ്കിന്നൊക്കെ ഉപയോഗിച്ചിട്ട് കാണുമ്പോൾ അതേപോലെയൊക്കെ തോന്നിക്കുന്ന എന്താ പറയുക ക്ലോൺ ഐഫോൺസുകളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് വെച്ചിട്ടൊക്കെ ഓപ്പൺ ബോക്സ് ഡെലിവറി നടത്തിയിട്ട് എന്ന് വെച്ചാൽ കുറേ പേര് ചെയ്യണം, ഓപ്പൺ ബോക്സ് ഡെലിവറി നിൽക്കും, തുറന്നു നോക്കുമ്പോൾ ഐഫോൺ തന്നെയാണ്. പിന്നെ നോർമലി അവരൊന്നും നോക്കില്ല, അപ്പോൾ തന്നെ അവർ OTP കൊടുക്കും. അങ്ങനെ കുറേ പേര് ഇപ്പോൾ സ്കാമിൽ പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ റീസെൻ്റ്ലി തന്നെ കുറേ കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ ട്വിറ്ററിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ടിന് ഇതുപോലെ പണി കിട്ടി. ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ പോരാത്തതിന് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ തന്നെ ഫ്ലിപ്കാർട്ട് തിരിഞ്ഞ് നോക്കില്ല. ഇതിപ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി നിങ്ങൾ കൺഫേം ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞ് നോക്കില്ല. ഒന്നാമത് അവരുടെ ഉടായ്പ പരിപാടി എന്ന് വെച്ചാൽ 7 ദിവസം നമുക്ക് നോർമലി ആയിരിക്കുമല്ലോ, 7 ദിവസം റീപ്ലേസ്മെന്റ് പീരീഡ് ഉണ്ട്. പോരാത്തിന് ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റംസിനൊക്കെ എല്ലാം ബ്രാൻഡ് വാറണ്ടി ബ്രാൻഡ് റീപ്ലേസ്മെന്റ് ഒക്കെയാണ്. അപ്പോൾ അത് തീരെ കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ രക്ഷയൊന്നുമില്ല. ഇവരെ കോൺടാക്ട് തന്നാലും കിട്ടില്ല. ചിലപ്പോൾ റിപ്ലൈ ചെയ്യുന്നത് 7 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇവർ 7 ദിവസം ഇങ്ങനെ ഇപ്പോൾ അത് എന്താ നമ്മളിത് ക്വറി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം, 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും പറയാം, 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം, അങ്ങനെ 7 ദിവസം കഴിപ്പിക്കും. അതാണ് നോർമലി ഫ്ലിപ്കാർട്ടിൻ്റെ പരിപാടി ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ കുറേ ഉടായ്പ പരിപാടി ഓപ്പൺ ബോക്സ് ഡെലിവറിയിൽ നടക്കുന്നുണ്ട്. ഒരു തരത്തിൽ ഡയറക്റ്റ് കമ്പനീസ് സ്കാമെന്നോ അല്ലെങ്കിൽ ഡെലിവറി സൈഡിൽ നിന്നുള്ള സ്കാമെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ കുറേ പേർക്ക് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് സ്കാമുകളാണ് അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സെയിൽസിലൊക്കെ ബൾക്ക് ഓർഡേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ട്രാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ട് ത്രൂ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് S23 ഒക്കെ സാംസങ് S23 ഒക്കെ ഫ്ലിപ്കാർട്ടിലാണ് ഭയങ്കര ഓഫർ. ഗൂഗിൾ പിക്സൽ അതൊക്കെ ഫ്ലിപ്കാർട്ടിൽ തന്നെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ iPhone 15 ഒക്കെ പറയും ഇരുപത്തേഴ് ഡീൽസും സംഭവങ്ങളൊക്കെ ഒന്നുണ്ട്. ഞാൻ പക്ഷേ എൻ്റെ സാംസങ് ഒക്കെ എടുത്തത് ഒഫീഷ്യൽ സാംസങ്ങിൻ്റെ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഐഫോൺ ആയിക്കോട്ടെ എല്ലാം അങ്ങനെ എടുത്തേക്കുന്നത്. അല്ലേ ഞാൻ തീരെ ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുക ഓൾറെഡി 3 വട്ടം പണി കിട്ടിയതാണ്. പിന്നെയും പോയി പണി വാങ്ങിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എന്ന് വെച്ചാൽ ഒരു വർഷം പണി കിട്ടിയാൽ നമ്മളിത് റെക്ടിഫൈ ചെയ്യണമല്ലോ, അല്ലേ? പിന്നെ നമ്മളെ ബുദ്ധിന്നൊന്നും ജലിക്ക് വിളിക്കില്ലല്ലോ. പക്ഷെ അമ്മാരും ഓഫറാണ്. എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഓഫറൊക്കെയാണ് ഫ്ലിപ്കാർട്ട് കൊടുക്കുന്നത്. അപ്പം തന്നെ അതിൽ അവർ കുറേ ഉടായ്പ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ വേറെ എന്താ പറയുക സൈറ്റുകൾ ചെയ്യാത്ത ഓഫേഴ്സൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ അവർ കുറേ ഉടായ്പ ചെയ്തിട്ട് അതിന് തന്നെ ഭയങ്കര ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ ഒരു 100 ഓർഡർ വരുന്നുണ്ടെങ്കിൽ അതിലൊരു 2-3 ഓർഡർ ഇങ്ങനത്തെ പോലെ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. അപ്പോൾ തന്നെ അവർക്ക് നല്ല ലാഭമായല്ലോ. അപ്പോൾ കുറേ സെല്ലറിൻ്റെ സൈഡിൽ നിന്ന് ഓഫറല്ല ഉടായ്പ വരുന്നുണ്ട്. അങ്ങനെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി ചെയ്യുമ്പോൾ സാധനം ഓപ്പൺ ചെയ്തിട്ട് വെറുതെ നോക്കൽ മാത്രമല്ല, ഡിവൈസ് എടുത്ത് നോക്കിയിട്ട് ഡിവൈസ് ഓൺ നോക്കിയിട്ട് വേണമെങ്കിൽ കുത്തി വരെ നോക്കി നോക്കണം. അതായത് ചാർജിങ് ആവുന്നുണ്ടോയെന്ന് വരെ കുത്തി നോക്കിയിട്ട് വേണം. അതുപോലെ തന്നെ ഡിസ്പ്ലേ നോക്കിയിട്ട് വേണം OTP കൊടുക്കാണ്ട്. OTP കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കംപ്ലൈൻറ്റ് ആകുമ്പോൾ തിരിഞ്ഞു നോക്കില്ല. അല്ലെങ്കിൽ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് അറിയാം തിരിഞ്ഞു നോക്കില്ല. ഒരു ഉടായ്പിന് പേര് കേട്ട കമ്പനിയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ കാശ് തന്നെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ നടക്കേണ്ടി വരും. അവരും അവരുടെ സൈഡിൽ നിന്ന് ഇഷ്ടം പോലെ നല്ല വക്കീലിന് സംഭവിക്കും. അപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ പോയാൽ തന്നെ ചിലപ്പോൾ ജയിക്കണം എന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50-60% കാശ് പോയി തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഓഫറൊക്കെ കണ്ടിട്ട് ചാടി വീഴുന്നതിന് മുമ്പ് ഇതൊക്കെ കൺഫേം ചെയ്തിട്ട് വേണം. അതുപോലെ തന്നെ ഓപ്പൺ ബോക്സ് ഡെലിവറി ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് ഇതുപോലെ എല്ലാം കൺഫേം ചെയ്തിട്ട് വേണം OTP കൊടുക്കേണ്ട. അവർ എനിക്ക് വേറെ ഡെലിവറി എന്താ വെച്ചാൽ അവർക്ക് ടൈമിംഗ് ഉണ്ട്, ഇത്ര ഡെലിവറി ദിവസത്തിൽ ചെയ്താലാണ് അവർക്ക് കാശ് കൂടുതൽ കിട്ടുക.
പക്ഷേ നമ്മൾ കാശ് കൊടുത്തിട്ടാണ് സാധനം പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ പ്രൊഡക്റ്റ് കറക്റ്റാണ്, ഒറിജിനലാണ്. ഇതേപോലെ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ സാംസങ്ങിന്റെ വാച്ച് വന്നിട്ട് അവന്മാർ 3 കൊല്ലം പഴയ സ്റ്റോക്ക് വാച്ചാണ് തന്നത്. ഞാൻ ഇതുപോലെ അത് ചാർജ് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്താ വെച്ചാൽ ഇതുപോലെ എനിക്ക് പോലെ നമ്മുടെ പിക്സൽ ഞാൻ വാങ്ങിച്ചപ്പോൾ പിക്സൽ 7 വാങ്ങിച്ചപ്പോൾ സാധനത്തിന് ചാർജ് ഉണ്ടാകുന്നില്ല. പക്ഷെ പിക്സലൊക്കെ ഡയറക്റ്റ് ഫ്ലിപ്കാർട്ട് ത്രൂ, അപ്പോൾ അങ്ങനെ ഇഷ്യൂ വരാൻ ചാൻസ് കുറവാണ്. പിന്നെ പിക്സൽ 7 സീരീസ് എന്ന് പറയുമ്പോൾ പിന്നെ അവരിൽ കുറേ പഴയ സ്റ്റോക്കുകൾ ഉണ്ട്, അതൊക്കെയാണ് ഒരു ഓഫറിൽ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇതിൽ ചാർജ് ഉണ്ടാവില്ല. പിന്നെ പിക്സൽ പക്ഷേ എനിക്ക് ചാർജ് കുത്തിയപ്പോൾ ഞാൻ ഇതൊക്കെ നോക്കിയിട്ടേ കൊടുത്തിട്ടാ. ഞാൻ ചാർജ് ഇല്ല, ഞാൻ ചാർജ് ചെയ്യുന്ന കുത്തി നോക്കിയിട്ട് OTP പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചാൽ ഇവിടെ വരുന്ന ഡെലിവറി ഏജൻസിനൊക്കെ നല്ല ആൾക്കാരാണ്, നമുക്ക് അറിയുന്നതാണ് പിന്നെ പോരാത്തിന്. അപ്പോൾ നമ്മൾ കുത്തി നോക്കിയിട്ടൊക്കെ കൊടുത്ത്. പക്ഷേ എൻ്റെ സാംസങ്ങിൻ്റെ വാച്ച് വന്നപ്പോൾ ഏജൻറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം ഇതേപോലെ പഴയ മോഡൽ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് പിക്സൽ 7 എടുത്തപ്പോൾ ഇതുപോലെ ചാർജ് ഇല്ലാണ്ടുണ്ടായിരുന്നു. പക്ഷേ കുത്തിയപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചാർജ് ആയി. അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മളത് നോക്കിയില്ല. എന്ന് വെച്ചാൽ പറയുമ്പോൾ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ നമ്മുടെ ബോക്സ് തന്നെയായിരുന്നു, അൺടാമ്പേർഡ് ആയിരുന്നു, എല്ലാ സംഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ OTP കൊടുത്തു. പക്ഷേ ഈ സാധനം ചാർജ് ചെയ്തിട്ടും ചാർജ് ആവണില്ല. എന്നിട്ട് ലാസ്റ്റ് സാംസങ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒഫീഷ്യൽ ഡയറക്റ്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, ബ്രാൻഡ് റീപ്ലേസ്മെന്റാണ്. ഞാൻ ആക്ച്വലി സാംസങ്ങിന്റെ സർവീസ് സെന്ററിൽ പോയിട്ട് അവരെല്ലാം ചെക്ക് ചെയ്ത് ലാസ്റ്റ് അവരാണ് മാറ്റി തന്നത്. അപ്പോൾ ഇതുപോലെ സർവീസ് സെന്റർ ഇല്ലാത്ത കുറേ ബ്രാൻഡുകളുണ്ട്, അതൊക്കെയാണ് നിങ്ങൾ വിട്ടു. അതാ പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഇപ്പോൾ പിക്സലൊക്കെ ആണെങ്കിൽ ഇവിടെ ഒന്നും സർവീസ് സെന്ററേ ഇല്ല, ആകെയുള്ളത് എറണാകുളത്തുള്ളത് പിക്കപ്പ് സെന്ററാണ്. അപ്പോൾ അത്രയുണ്ട്, ചിലപ്പോൾ വരും, പിന്നെ 2 മാസം പിന്നെ നടക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ കൺഫേം ചെയ്തിട്ട് മാത്രം ഈ OTP കൊടുക്കാൻ നോക്കാട്ടോ. മെയിനായിട്ട് ഈ ഓപ്പൺ ബസ് ലെവലിൽ ഇങ്ങനത്തെ കുറേ ഡ്രൈവ് നടക്കുന്നുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊന്നും പറയാനോ വന്നപ്പോൾ നമ്മുടെ 2 മെയിൻ ചാനൽസ് ഓണത്തിൽ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. അടുത്ത കാണാം.